ഇന്ന് ഈ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നെങ്കിൽ MLA ഇന്ന് പൊങ്ങുമെന്ന് നമുക്ക് കരുതാമായിരുന്നു. പക്ഷെ 10 ദിവസമായി പാലക്കാട് മണ്ഡലത്തിൽ MLA ഇല്ലാത്ത MLA ഓഫീസ് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഓക്കെ, കോയമ്പത്തൂരിലേക്ക് കടന്നിട്ടുണ്ട് എന്നൊക്കെ അന്വേഷണ സംഘം പറയുന്നുണ്ട്. കൃത്യമായി MLA സ്പോട്ട് ചെയ്യാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ സ്പോട്ട് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? 15-ാം തീയതി ആണ് ഇനിയിപ്പോൾ വീണ്ടും കോടതി ഇത് പരിഗണിക്കാനിരിക്കുന്നത്. അതിനുള്ളിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതാമോ? രാഹുൽ ഇപ്പോൾ കർണാടകയിൽ ഉണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. കർണാടകയിൽ അവിടെ രാഷ്ട്രീയ സഹായം ലഭിക്കുന്നുണ്ട്. പല പൊളിറ്റിക്കൽ കോൺഗ്രസിന്റെയൊക്കെ പല ലീഡേഴ്സിന്റെയും സഹായം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും എത്തുന്നു. അവിടെ നിന്ന് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് എത്തുമോ എന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുമ്പോൾ, പോലീസ് എത്തുമോ എന്നുള്ള വിവരം കിട്ടുമ്പോൾ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിട്ട് പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ പറയുന്ന കർണാടകയിൽ ചെയ്യുന്ന പലയിടങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത്. ഈ ബാംഗ്ലൂരു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും രാഹുൽ അവിടെ നിന്ന് പോയിരുന്നു എന്നുള്ള വസ്തുവരാണ്. പക്ഷെ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 15 ഏക്കറോളം വരുന്ന ഒരു വലിയ സ്പേസാണ്. അവിടെയാണ്, അതിനുള്ളിലൊരു കേന്ദ്രത്തിലാണ് രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുലിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും രാഹുൽ അവിടെ നിന്ന് ചില ആളുകളുടെ സഹായത്തോടുകൂടി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനമായി സുള്ളിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് രാഹുലിന്റെ ഫോൺ ഓണായി കണ്ടത്. അങ്ങനെ ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. പക്ഷേ രാഹുൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം രാഹുലിന്റെ ഫോൺ മറ്റാരോ ഉപയോഗിക്കുകയാണ്. അത് ചിലയിടങ്ങളിൽ ചെന്നിട്ട് ഓണാക്കും. അങ്ങനെ ലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും രാഹുൽ അവിടെ ഉണ്ടെന്നുള്ളൊരു കരുതുന്ന ഒരു കാര്യങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും പക്ഷെ അവിടെ രാഹുൽ ഉണ്ടാവില്ല. രാഹുൽ വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ അന്വേഷണ സംഘത്തെ കബളിപ്പിച്ചുകൊണ്ട് പലയിടങ്ങളിലായിട്ടായി പല നീക്കങ്ങൾ നടത്തി രാഹുൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വൈകാതെ തന്നെ രാഹുൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ആദ്യത്തെ കേസിൽ അറസ്റ്റ് നടന്നതിന് പിന്നാലെ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയി സമാനമായ രീതിയിലുള്ള ഒരു ഓർഡർ സ്വന്തമാക്കാവുന്ന ഒരു പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് നിരാശാജനകമായ ഒരു തീരുമാനമായി പോയി കോടതിയുടെ ഭാഗത്ത് നിന്ന് രാഹുലിനേറ്റത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്തെങ്കിലും രാഹുലിനെ പുറത്ത് കാണാമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അന്വേഷണ സംഘം ഇതിന്റെ രാഹുലിനായിട്ടുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ ആണ് നിയോഗിച്ചിരുന്നത്. അതിൽ ആളുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചില യോഗങ്ങളും ചേരുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു അനുമതിയുമില്ലാതെ അവിടെ സെർച്ച് നടത്തുന്നതിനും ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള ഓർഡറൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ രാഹുലിലേക്ക് ഇപ്പോഴും എത്താൻ പറ്റുന്നില്ല. കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും രാഹുൽ അത് തന്നെയാണ് പ്രധാന പ്രശ്നം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും 10 ദിവസം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നില്ല? അത് ഒരു പോരായ്മയായി തന്നെ നിലനിൽക്കുകയല്ലേ സിജോ? തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഈ ഓർഡർ വരുന്നതോടും വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനോ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനോ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിയമപരമായി യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് തീരുമാനമാകുന്നതും വരെ കാത്തിരിക്കാറുണ്ട്. പക്ഷേ രാഹുലിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തീർച്ചയായും രാഹുലിനെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോഴാണ് ഇന്നേക്ക് 10ാം നാൾ ആയെന്നുള്ളത്. 1-2 ദിവസമല്ല. 1-2 ദിവസങ്ങൾക്ക് ഒരാൾ കടന്നു കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാളെ ലൊക്കേറ്റ് ചെയ്യുന്നതിനും അല്ല കണ്ടുപിടിക്കുന്നതിനും സഹായം തേടിയ ആളുകളൊക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ സമയമെടുക്കും. പക്ഷേ 10 ദിവസമായിട്ടും ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ച തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ പോലീസ് അന്വേഷണം തുടരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇവിടുന്ന് വിട്ടു കർണാടകയിലാണ്. കർണാടകയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും പല രാഷ്ട്രീയ പാർട്ടികളുടെ പല നേതാക്കളിൽ നിന്നും ഇത്തരത്തിൽ സഹായം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം പോലീസ് നേരിടുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ കേസിൽ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ വൈകാതെ തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പിന്നെ മറ്റൊരു കാര്യമുണ്ട്, പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയല്ല, രാഹുൽ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതാണ് ഒരു കണക്കിന് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണം. കാരണം കോൺഗ്രസിനല്ല, ഞാൻ പറഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ പിടികൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ചർച്ച അത് വേറെ രീതിയിലേക്ക് പോകും. അതെ, അതൊരു പ്രധാന പോയിന്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പലരും ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പലരും മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണവും അത് തന്നെയാണ്. കാരണം ഈ ഒരു വിഷയം കത്തിച്ചു വെച്ച് അറസ്റ്റിലേക്ക് കടക്കാതെ ഈ ഒരു വിഷയം ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ശ്രമം അത് രാഷ്ട്രീയമായി പലയിടത്തു നിന്നും നടക്കുന്നുണ്ട് എന്നുകൂടിയുള്ള ഒരു കാര്യമുണ്ട്.
തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 10 ദിവസമായിട്ടും മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഹുലിന്റെ അറസ്റ്റും രാഹുലിന്റെ അന്വേഷണവും രാഹുലിന്റെ കോടതി നടപടികളും ഉൾപ്പെടെയാണ്. മുൻകൂർ ജാമ്യം കാര്യങ്ങളൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റു വാർത്തകൾ, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത് രാഹുലിന് കിട്ടുന്ന അത്രയും പ്രാധാന്യത്തോടെ കിട്ടുന്നില്ല. അത് തന്നെയാകും ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ CPM ഒക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ സർക്കാരിന്റെയോ സമ്മർദ്ദത്തിന്റെ ഭാഗമായി പോലീസ് ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ രാഷ്ട്രീയപരമായ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് രാഹുൽ അകത്ത് കിടക്കുന്നതിനേക്കാൾ നല്ലത് CPM-നൊക്കെ ഗുണം ചെയ്യുക രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ്.